എന്തൊരു മഴയാണല്ലേ, തുണിക്ക് ഇത് എങ്ങനെ ഉണക്കിയെടുക്കാനാണ്. നോക്കിയേ, ദൈവമേ, കവളം മടല് വെട്ടിയിട്ടേക്കണ പോലെ കിടക്കണ കണ്ട. ഹലോ, കഷ്ടപ്പെട്ട് കുടിച്ചത് വാള് വെച്ച് ഞാൻ കളയൂല. കാലത്ത് എവിടെ പോയി കുടിച്ചോണ്ട് വന്നേക്കണ എടോ. ചേട്ടാ ഒരു ലാർജും കൂടി എടുത്തോ, പിന്നെ ബില്ല് എടുത്തോ. ബില്ല ഞാനാണ്. ഡിസ്നി അമ്മേ, നിങ്ങ എന്താണ് ബാറില്? നിങ്ങ അടി തുടങ്ങിയ കാര്യം എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബീവറേജ് ചെയ്യുന്നൊരു ഡാഡി വിൽസൺ ഫുൾ എടുത്ത് വീട്ടിൽ വന്ന് ഡാഡിയേയും കൂട്ടിയിരുന്ന് അടിച്ചാ പോരാർന്ന് ഈ ബാറുകാർക്ക് കൊണ്ടേ കാശ് മുഴുവൻ കൊടുക്കണോ? കണ്ടാ അമ്മച്ചി മോൻ കിടക്കണ. അതിൽ നല്ല നിന്റെ കെട്ടിയം കിടക്കണെന്ന് പറയുന്നതല്ലേ? അതെ, വളർത്തിന്റെ ഗുണമാണ് ഈ കിടന്ന് കാണിക്കണത്. ഞാൻ വളർത്തിയപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നിന്നെ കെട്ടിയ പിന്നെയാണ് ഇങ്ങനെ. ആ, ഇനി എല്ലാം എന്റെ തലയിലോട്ട് വെക്ക്. എല്ലാവരും കൈ ഒഴിഞ്ഞോട്ടാ. ഇന്നൊന്നില്ലെങ്കിൽ രണ്ടുപേരും കൂടി ഈ സൈഡിൽ വന്നിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഇപ്പുറ സൈഡിൽ വന്നിരിക്കും. എനിക്കിങ്ങനെ തലാട്ടി തല ഇറങ്ങണ കയ്യോ. എന്നാലും ഇയാൾക്ക് കുടിക്കാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടിയെന്നാവോ? ഞാൻ കാലത്ത് ഇറച്ചി വാങ്ങാനായിട്ട് 500 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മച്ചി ഇറച്ചി വാങ്ങിക്കാനുള്ള പൈസ എന്തിന്ന്? ആ, അത് ഇറച്ചി വാങ്ങാൻ പോയപ്പ രാവിലെ തന്നെ ആ പോത്തും കുട്ടീനെ അവര് കൊല്ലണണ്ടപ്പോ എനിക്ക് സഹിച്ചില്ലടി. ഈ മിണ്ടാപ്രാണിയുടെ ഇറച്ചിയുള്ള നമ്മയൊക്കെ തിന്നണേന്ന് ഓർത്ത് സഹിക്കെട്ട് ഞാൻ ആ കാശിന് മാറിപ്പോയി. 2 അടിച്ച് ഒരു ബീഫ് ഫ്രൈയും കഴിച്ചു. അപ്പോഴാണ് സമാധാനമായത്. കയ്യും കണക്കില്ലാണ്ട് പൈസ നശിപ്പിക്കുന്ന ഈ മനുഷ്യനെയല്ല എനിക്ക് കിട്ടിയത്. ഇല്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എന്റെ അധ്വാനത്തിന് കണക്കില്ല. പക്ഷെ മക്കളെ, ഞാൻ നിങ്ങൾക്ക് തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. ഇതെന്റെ അല്ല, ദൈവത്തിന്റെ. തുടങ്ങി സിനിമ ഡയലോഗ് തുടങ്ങി. ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റൂല, ഞാൻ പോയി. ഞാനും പോവേണ്. രക്ഷപ്പെട്ടു പോയിക്കോ. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും വെട്ടിയെറിഞ്ഞില്ലെങ്കിൽ ഈ പരമശിവ സ്വയം കുത്തി മരിക്കോടി.